നമസ്കാരം, ഇറ്റ്സ് മീ വിസ്ത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിസ്താസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 21ാമത്തെ ദിവസമായില്ലേ. നമ്മൾ കഥ ഇന്നലെ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? ഹനുമാൻ വലിയ ശരീരാക്കിയിട്ട് ലങ്കയിലേക്ക് ഇങ്ങനെ സമുദ്രത്തിന്റെ മുകളിൽ കൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഹനുമാൻ ഒറ്റ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാട്ടം ചാടിയിട്ട് ലങ്കയിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? കടലിന്റെ മുകളിൽ കൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങൾ ഹനുമാന്റെ മുന്നിൽ വരുന്നുണ്ട്. ആ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറന്ന് കുറെ ദൂരം എത്തിയപ്പോൾ കടലിന്റെ ഉള്ളിൽ നിന്നുണ്ട് ഒരു മല ഇങ്ങോട്ട് പൊങ്ങി വരണു. ആ മലയുടെ പേരാണ് മൈനാക പർവ്വതം എന്ന് പറയുന്നത്. പണ്ട് ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളുടെ പുരാണ കഥകളിൽ. എന്നിട്ട് ഈ ചിറകുള്ളത് കൊണ്ട് പർവ്വതങ്ങൾ അഹങ്കാരം കൊണ്ട് പറന്ന് അവിടെയും ഇവിടെയും പോയി മാറിയിരിക്കുക, ഒരു സ്ഥലത്തിരിക്കുന്നില്ല. അപ്പൊ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ എല്ലാവരുടെയും ചിറക് വെട്ടി. ആ സമയത്ത് തൻ്റെ ചിറക് പോവാതിരിക്കാൻ കടലിൻ്റെ ഉള്ളിൽ വന്ന് ഒളിച്ചിരുന്ന പർവ്വതമാണ് മൈനാക പർവ്വതം എന്ന് കഥകളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ മൈനാക പർവ്വതമുണ്ട് കടലിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്ന് ഹനുമാന്റെ മുന്നിൽ നിൽക്കണു. എന്നിട്ടോ എൻ്റെ മുകളിലുള്ള വൃക്ഷലതാദികളിൽ നിന്ന് പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സൽക്കാരമൊക്കെ സ്വീകരിച്ച് അങ്ങ് അല്പസമയം വിശ്രമിച്ചിട്ട് പോവോ എന്ന് മൈനാക പർവ്വതം ഹനുമാനോട് പറയാണ്. എന്നെ സമുദ്രദേവനാണ് പറഞ്ഞയച്ചത് അങ്ങേക്ക് വിശ്രമിക്കാനും അങ്ങേ സൽക്കരിക്കാനും വേണ്ടിയിട്ട് ഈ സൽക്കാരം സ്വീകരിച്ച് അല്പസമയം എൻ്റെ മുകളിൽ വിശ്രമിച്ചിട്ട് പോയിക്കോളൂ എന്ന് മൈനാക പർവ്വതം പറയുകയാണ്. അപ്പൊ ഹനുമാൻ എന്ത് പറഞ്ഞു? ഒരിക്കലും ഇല്ല, ഞാൻ രാമകാര്യത്തിനാണ് അവിടെ നിന്ന് വന്നത്. ആ രാമകാര്യം കഴിയുന്നത് വരെ എനിക്ക് യാതൊരു വിശ്രമവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തന്ന സൽക്കാരത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തിരിച്ചു പോകുന്ന വേളയിൽ ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ സൽക്കാരം സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ സീതാദേവിനെ കണ്ടുപിടിക്കേണ്ടതാണ് എൻ്റെ ലക്ഷ്യം. അതിനാൽ ഞാനിപ്പോൾ പോവുകയാണ്. അങ്ങേക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ എന്ത് ചെയ്യാണ്? സൽക്കാരമൊന്നും സ്വീകരിക്കാൻ നിന്നില്ല. പിന്നെയും പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും പറന്ന് ഇത്രയും കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഈ ഹനുമാന്റെ ശക്തി പരീക്ഷിക്കാൻ ദേവന്മാർക്കൊക്കെ ഒരാഗ്രഹം. അപ്പൊ ദേവന്മാരൊക്കെ എന്ത് ചെയ്തു എന്നറിയോ? നാഗമാതാവായിട്ടുള്ള സുരസാദേവിയോട് പോയിട്ട് ഹനുമാൻ ഒന്ന് പരീക്ഷിക്കൂ. ഹനുമാന് പോയിട്ട് അവിടെ സീതാദേവിനെ കാണാൻ മാത്രം ശക്തി ഉണ്ടോ? ഇനിയിപ്പോൾ രാവണൻ ഹനുമാനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടാൻ മാത്രം ഹനുമാന് ശക്തി ഉണ്ടോ? ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളല്ലേ. അപ്പൊ ഹനുമാൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഗമാതാവ് സുരസയോട് ദേവന്മാർ പോയിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പൊ നാഗമാതാവ് എന്ത് ചെയ്തു? ശരി, ഓക്കെ ഡൺ, ഞാൻ പോയി പരീക്ഷിച്ചിട്ട് വരാം ഹനുമാനെ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ പറന്നു പോകുന്ന വഴിയിൽ പിന്നെയും വന്ന് ഭീകര രൂപമായിട്ട് ഇങ്ങനെ വായ തുറന്ന് വെച്ച് നിൽക്കുകയാണ്. എന്തിനാ അങ്ങനെ വായ തുറന്ന് വെച്ച് നിൽക്കണ്? പറന്നുകൊണ്ട് വരുന്ന ഹനുമാൻ വായൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹനുമാനെ ഭക്ഷിക്കാൻ എന്ന രീതിയിൽ വന്നിട്ട് വായ തുറന്ന് നിൽക്കുകയാണ്. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? അപ്പൊ നാഗമാതാവ് സുരസ വലുതായിട്ടാണ് നിൽക്കുന്നത്. ഹനുമാൻ അതിനെക്കാട്ടിലും വലുതായി. അപ്പൊ പിന്നെ നാഗമാതാവ് അതിനെക്കാട്ടിലും വലുതായി. പിന്നെ ഹനുമാൻ അതിനെക്കാട്ടിലും വലുതായി. രണ്ടു പേർക്കും സിദ്ധികളും ശക്തികളും ഉള്ളത് കൊണ്ട് എത്ര വേണമെങ്കിലും വലുതാവാനും എത്ര വേണമെങ്കിലും ചെറുതാവാനും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിയും. അപ്പൊ അങ്ങനെ കുറച്ചു നേരം വലുതായി കളിച്ചപ്പോ ഹനുമാൻ മനസ്സിലായി ഇത് നടപടി ആവണ കേസല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ഈ തള്ളവിരലിന്റെ അത്ര വലുപ്പത്തിൽ ചെറുതായിട്ട് നാഗമാതാവിന്റെ ആ തുറന്നു വെച്ച വായുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ചെവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തു വന്നു. നാഗമാതാവ് അത്രയും വലിയ രൂപം എടുത്ത് നിൽക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് കുഞ്ഞിതായി കഴിഞ്ഞാൽ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോയി അതിൻ്റെ അപ്പുറത്ത് കൂടെ വരണ പോലെ ഉണ്ടാവുള്ളൂ. ഈ വായേൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ചെവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരുന്നത്. എന്നിട്ട് നാഗമാതാവിനോട് പറഞ്ഞു, ഞാൻ രാമകാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഭക്ഷണം ആവണം ഞാൻ എന്നുള്ളതാണ്. ഇതാ വയലിൽ കൂടെ കയറി ഞാൻ ഭക്ഷണമായി കഴിഞ്ഞു, ഇപ്പുറത്ത് കൂടെ പുറത്ത് വന്നു, എനിക്ക് രാമകാര്യം നിറവേറ്റാനുണ്ട് എന്ന് നാഗമാതാവിനോട് പറഞ്ഞ് പ്രണമിച്ചിട്ട് എന്ത് ചെയ്തു? ഹനുമാൻ പോയി. പിന്നീട് കുറേ ദൂരം പോയി. അങ്ങനെ പറന്ന് പോയിട്ട് ലങ്ക ആ ത്രികൂട പർവ്വതം എത്താനാവുന്ന സമയത്തുണ്ട് ഇങ്ങനെ പറക്കണ്ട് നീങ്ങണില്ല. ഹനുമാൻ ഇങ്ങനെ ഒരു കയ്യിൽ ഗതയൊക്കെ വെച്ച് ബാക്കിൽ ഒരു കാലൊക്കെ മടക്കി ഒരു കൈയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് പറക്കണത്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടാവും അല്ലേ. അങ്ങനെയൊക്കെ ഹനുമാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറക്കാൻ ഇങ്ങനെ പോകുന്നുണ്ട്, നീങ്ങണില്ല. സംഭവം എന്താണെന്ന് പറഞ്ഞ് ചുറ്റൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ട് ഹനുമാന്റെ നിഴലിനെ വെള്ളത്തിൽ നിന്ന് ആരോ പിടിച്ചു വെച്ചിരിക്കണു.
ആരാണത്? ആ രാക്ഷസിന്റെ പേരാണ് സിംഹിക. ആ സിംഹിക എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസിക്ക് മറ്റൊരു പേരും കൂടിയിട്ട് ഛായാഗ്രഹിണി എന്നാണ്. ഛായ എന്ന് പറയുമ്പോൾ നമ്മളുടെ നിഴലിനെയാണ് പറയുന്നത്. ഇപ്പം ആ സിംഹിക എന്ന് പറഞ്ഞ രാക്ഷസി ആരുടെങ്കിലും നിഴലിനെ പിടിച്ചു കഴിഞ്ഞാൽ അവരിനെ പിടിച്ചതിന് തുല്യാണ്. നിഴലിനെ പിടിച്ചുകൊണ്ട് ആളെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഭക്ഷിക്കാനായിട്ടുള്ള ഒരു വരം ആ രാക്ഷസിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കടലിന്റെ ഈ ഭാഗത്ത് നിന്നിട്ട് വെള്ളത്തിന് മുകളിൽ കൂടെ പോകുന്ന പക്ഷികളിനെ ഇതിനെയൊക്കെ നിഴല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വായിലിട്ട് കഴിക്കലാണ് ആ പക്ഷീന്റെ സ്ഥിരമായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഹനുമാനെ വിട്ടില്ല. ഹനുമാന്റെ നിഴല് പിടിച്ചിട്ട് ഹനുമാനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഹനുമാനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് ഒരു വഴിക്ക് പോകുമ്പോൾ എത്രയൊക്കെ വിഘ്നങ്ങളാണ് മുന്നിൽ വരുന്നത്. ഹനുമാൻ എന്ത് ചെയ്തു? വേഗം അങ്ങോട്ട് വന്നിട്ട് ഒറ്റ ഇടി ഒറ്റ ചവിട്ട്. അവിടെ സിംഹികന്റെ കഥ കഴിച്ചു. എന്നിട്ട് പിന്നെയും പോയി 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 അവിടെ കര എത്തി 100 യോജന പറന്ന് ഇപ്പുറത്ത് ത്രികൂട പർവ്വതത്തിന്റെ അവിടെ എത്തി. അവിടുന്ന് നോക്കണു, സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഈ യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ എന്താണ് നേരിടാൻ കഴിയുന്ന രീതിയിൽ 4 ഭാഗത്തുനിന്നും വലിയ വലിയ ഭീമാകാരായിട്ടുള്ള മതിൽ കൊണ്ട് ചുറ്റപ്പെട്ട ലങ്ക എന്ന് പറയുന്ന നഗരത്തെ കാണുന്നു. നഗരത്തിലെ കൊട്ടാരമൊക്കെ മുഴുവൻ സ്വർണം കൊണ്ടാണ് ആ ബിൽഡിങ്ങുകൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചു പോകുന്ന രീതിയിൽ സ്വർണത്തിന്റെ തിളക്കും ആ നഗരത്തിന്റെ ഭംഗി ഇങ്ങനെ കണ്ട് ഹനുമാൻ അമ്പരന്ന് പോവാണ്. എന്നിട്ട് ആ 4 ഭാഗത്തും ചുറ്റപ്പെട്ടിട്ടുള്ള ലങ്കയുടെ കവാടങ്ങളൊക്കെ അങ്ങനെ ഒന്ന് നോക്കി നടക്കുകയാണ്. ഇപ്പൊ ഇത്രയും സുരക്ഷയുള്ള ഈ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് ഈ നേരത്തെ ഇപ്പൊ ഞാൻ പോയാല് പിടിക്കപ്പെട്ടാലോ? അതുകൊണ്ട് രാത്രി സൂക്ഷ്മ രൂപം സ്വീകരിച്ചു പോവാ. ഇപ്പൊ എന്തായാലും വൈകുന്നേരമൊക്കെ ആവാനായി. അപ്പൊ ഇനിയിപ്പൊ ഒന്ന് വെളിച്ചൊക്കെ പോയി രാത്രിയായിട്ട് സൂക്ഷ്മ രൂപം സ്വീകരിച്ച് ആരും കാണാതെ പോയി സീതാദേവിന്റെ അടുത്ത് പോവാന്ന് ഹനുമാൻ പ്ലാനൊക്കെ ഇട്ടു. എന്നിട്ട് രാത്രി ആയപ്പോഴേക്കും എന്ത് ചെയ്തെന്നറിയോ? കുഞ്ഞു രൂപമായിട്ട് ഇങ്ങനെ വാതിലിന്റെ ഒക്കെ ഇടയിൽ കൂടെ അങ്ങനെ പോവാണ്. അങ്ങനെ കുഞ്ഞു രൂപമായിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയാതിരിക്കുവോ? ഒരാളറിയും. ആ ലങ്കയുടെ കാവൽക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു ദേവിയാണ് ലങ്കാ ലക്ഷ്മി എന്ന് പറയുന്ന ദേവി. അപ്പൊ ആ ദേവി വന്നിട്ട് മുന്നില് ഹനുമാനോട് പറഞ്ഞു, നീ ഇങ്ങനെ രാത്രി സൂക്ഷ്മ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നാ വിചാരം? അതും പ്രത്യേകിച്ച് ഈ ലങ്കാലക്ഷ്മി അറിയില്ല എന്നാണോ നിന്റെ വിചാരം? ഹനുമാനോട് ചോദിച്ചു. എന്നിട്ട് എന്തായി? ഹനുമാനെ തടഞ്ഞു. എന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എന്നാ തടയെന്ന് പറഞ്ഞിട്ട് ഹനുമാനെ തടഞ്ഞു. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു? എനിക്ക് രാമകാര്യം നിറവേറ്റാൻ പോണം, ഇപ്പം ആരുടെയും തടസ്സത്തിന് വഴങ്ങി കൊടുക്കാൻ നേരില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ യുദ്ധമൊക്കെ ചെയ്ത് 4-5 ഇടിയും ചവിട്ടും ഒക്കെ വെച്ച് കൊടുത്ത് കൈ അങ്ങോട്ട് നല്ലോണം ചുരുട്ടി മൂക്കിന്റെ അവിടെ ഒറ്റ ഇടി ഇങ്ങോട്ട് കൊടുത്തു. ആ ഇടി കൊടുത്തപ്പോൾ ആ ലങ്കാലക്ഷ്മിക്ക് ഒരുപാട് വേദനയായി. അപ്പോഴാണ് ലങ്കാലക്ഷ്മിക്ക് ഓർമ്മ വന്നത്, തനിക്ക് പണ്ട് ബ്രഹ്മാവ് ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇതുപോലെ സീതാദേവിയെ തിരിഞ്ഞുകൊണ്ട് ഒരു വാനരൻ വന്നിട്ട് ഇടി കൊണ്ട് വേദനിക്കുന്ന സമയത്ത് ലങ്കാനഗരം വിട്ടു പോകണം, നീ ഈ ലങ്കാനഗരം വിട്ടു പോകുന്ന സമയത്ത് രാവണന്റെ അന്ത്യം അടുക്കും എന്നുള്ളത്. അപ്പം ലങ്കാലക്ഷ്മിക്ക് മനസ്സിലായിട്ട് ലങ്കാലക്ഷ്മി തനിക്ക് ഇങ്ങനെ ബ്രഹ്മാവ് അനുഗ്രഹം തന്ന കാര്യം ഹനുമാനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, രാവണന്റെ അന്തപുരത്തിന്റെ കുറച്ചപ്പുറത്തായിട്ട് അശോകവനം എന്ന് പറയുന്ന ഒരു ഉദ്യാനത്തിൽ ശിംശിബ വൃക്ഷം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതാദേവി ഇരിക്കുന്നത് എന്നൊക്കെ. സീതാദേവിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കാവ്യ വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും, കാഷായ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, മരവുരി കൊണ്ടൊക്കെ ഉള്ളത്. അതുപോലെ എപ്പോഴും ചുണ്ടിൽ രാമനാമം ഉണ്ടാവുന്ന സീതാദേവിനെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് സൂചനകളും ലങ്കാലക്ഷ്മി പറഞ്ഞു കൊടുത്തിട്ട് ലങ്കാലക്ഷ്മി ലങ്ക വിട്ടു പോവുകയാണ്. ആ ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്ന് പോകുമ്പോൾ രാവണന്റെ മരണം, രാവണന്റെ അധപ്പതനം അടുത്തു വരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് കാണിക്കുന്നത്. എന്നിട്ടോ ഇതുവരെ സീതാദേവിയെ കണ്ടിട്ടില്ല അല്ലേ ഹനുമാൻ ഇങ്ങനെ ഓരോവിടെ അങ്ങനെ പോയി തരികയാണ്. അങ്ങനെ പോയി എന്താണ് രാവണന്റെ അന്തപുരത്തിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും കാണാനില്ല. ഈ സീതാദേവിനെ കുറിച്ച് എന്താണ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് സൂചനകൾ ഉണ്ടല്ലോ, ആ സൂചനകളൊക്കെ വെച്ച് ഇങ്ങനെ ഹനുമാൻ കുറെ തെരഞ്ഞു നടന്ന് വലഞ്ഞിട്ട് അവസാനം കുറെ രാക്ഷസിമാരുടെ നടുവില് ഒരു സ്ത്രീ ഇങ്ങനെ ഇരുന്ന് രാമ 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 എന്നുള്ള മന്ത്രം മാത്രം ജപിക്കുന്നു. അതും മരവുരി ഉടുത്തിട്ടാണ് ഇരിക്കുന്നത്. ചുറ്റും രാക്ഷസിമാര് ആയുധങ്ങളൊക്കെ പിടിച്ചിങ്ങനെ പേടിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പൊ സീതാദേവിന്റെ അവിടെ ഇരുന്ന് രാമ 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 മാത്രം ജപിക്കുന്നു. അപ്പൊ കണ്ടപ്പോ തന്നെ എന്തായി? ഹനുമാന് മനസ്സിലായി ഇതാണ് സീതാദേവി എന്നുള്ളത്. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ കൊമ്പിലൊക്കെ പോയിട്ട് ഒളിച്ചിരുന്നു. ഇതാണ് സീതാദേവി, ഇനി എനിക്ക് എന്തായാലും സീതാദേവിയെ കണ്ട് സംസാരിച്ച് ശ്രീരാമദേവന്റെ സന്ദേശമൊക്കെ സീതാദേവിയോട് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പോകുന്ന സമയത്ത് ഒരു മരത്തിന്റെ ചില്ലയിൽ വന്നിട്ട് ഹനുമാൻ ഇരിക്കുകയാണ്.
ഇനി ഹനുമാൻ എങ്ങനെ പോയി സീതാദേവിയോട് പറയും, അപ്പൊ സീതാദേവി എന്തൊക്കെ മറുപടി പറയും എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.